ഞാൻ നിങ്ങൾക്ക് ഒരു രഹസ്യം പറഞ്ഞു തരട്ടെ. നിങ്ങളിത് കേൾക്കാൻ സാധ്യതയില്ലാത്തൊരു രഹസ്യമാണ്. ഇത് ഒന്ന് തിരിച്ചറിഞ്ഞാൽ ഇന്നത്തെ ദിവസം, ഒരുപാട് ദിവസമൊന്നും വേണ്ട, ഒറ്റ ദിവസം കൊണ്ട് അംബാനിയോളം അല്ല, അംബാനിയേക്കാൾ സമ്പന്നനാണ് നിങ്ങൾ. ഉസ്താദെ, തള്ളല്ലേ ഇതൊക്കെ? തള്ളല്ലടോ, തള്ളല്ല. ഇത് മുഴുവനായിട്ടൊന്ന് കേൾക്ക്. നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആ രഹസ്യം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പൈസ ഞാൻ തരും. ഉറപ്പാണ്, വല്ലാഹി ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അംബാനിയേക്കാൾ സമ്പന്നനാകാൻ, നമ്മുടെ പ്രിയപ്പെട്ട യൂസുഫ് അലി സാഹിബിനേക്കാൾ സമ്പന്നനാകാൻ, ലോകത്തുള്ള എല്ലാ ധനാഢ്യന്മാരെക്കാളും നിങ്ങൾക്ക് സമ്പന്നത വേണോ? ഈ ഒരൊറ്റ രഹസ്യം തിരിച്ചറിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് നടക്കും. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബർക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ വിഷയം, നമുക്ക് സമ്പന്നത വേണം ഇല്ലേ ഉസ്താദ്? ഈ ദുനിയാവിൽ ജീവിച്ചിട്ടൊരു സമാധാനമല്ലോ ഉസ്താദെ. മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥയാണ് ഉസ്താദെ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ഇന്ന് ഈ രഹസ്യം തിരിച്ചറിഞ്ഞാൽ നിങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ. ഞാൻ പറഞ്ഞില്ലേ, അംബാനിയേക്കാൾ സമ്പന്നൻ നിങ്ങളാകും. അതിന് ഒരു രഹസ്യം തിരിച്ചറിയണം. ആ രഹസ്യത്തെക്കുറിച്ചാകട്ടെ ഇന്നത്തെ ചർച്ച. ആ വീഡിയോ നമുക്ക് ഒരുമിച്ചൊന്ന് കാണാം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രണയഗാനം ഒന്ന് പാടിക്കാൻ നിങ്ങൾ മറന്നു. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് പ്രണയഗാനം. എൻ്റെ കൽബിൽ ആര് മാത്രമേ ഉള്ളൂ? പ്രണയത്തിൻ്റെ മൂർധന്യാവസ്ഥയിലെ കെട്ടിയോളോട് പറയൂലേ, എൻ്റെ മനസ്സിൽ നീയേ ഉള്ളടി. ആ സമയത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവോ കൽബില്? മൂർധന്യാവസ്ഥയിലെ കാര്യമാണ് ഞാൻ പറയാം. താഴ്വിട്ടിറങ്ങല്ലേ, ആരുണ്ടാവുള്ളൂ കൽബില്? നിങ്ങള് കെട്ടിയോളോട് പറയുമ്പോ ഇവിടെ അല്ല അറിയാനത് വെറുതെ ഇങ്ങനെ അടിച്ചു വിടുക. അവളോട് പറയണം, എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂടി മുത്തേ. ഇത് പറയണ സമയത്ത് കൽബിൽ ആരുണ്ടാവുള്ളൂ? പറയും മക്കളെ. കല്യാണം കഴിക്കാത്ത അവൻ പറയാ പറഞ്ഞു, നിങ്ങൾക്ക് പറയാൻ നേരമില്ല അല്ലേ? ഭാര്യ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഹസ്ബി റബ്ബി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എൻ്റെ മനസ്സിൽ ആരേ ഉള്ളൂ എന്ന് പറഞ്ഞ നമ്മള്. എന്നിട്ട് അല്ല ഉണ്ടായ ആരെങ്കിലും ഒരാൾ കൈവക്കേ. ഭാര്യയോട് പറഞ്ഞപ്പോ കൽബിൽ ആര് വന്നു? ഭാര്യ വന്നു. അള്ളഹാനോട് പറഞ്ഞപ്പോ കൽബിൽ ആര് വന്നില്ല? കുഴപ്പം കെട്ടിയോക്കടതാണോ അല്ല അള്ളാൻ്റെതാണോ? ആരുടെ കുഴപ്പം? ആരുടെയാ? നമ്മുടെയാണ്. അപ്പൊ ആര് വന്നം കൽബില്? എന്തോരം പണിയെടുത്തിട്ടും വന്നില്ല അല്ലേ? അതിന് പറ്റിയൊരു വഴിയാണ് സ്വാലിഹീങ്ങളോട് സുഹബത്ത് ചെയ്യാന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ ആളുകളോട് സുഹബത്ത് ചെയ്താൽ, അവരോടൊപ്പം ചേർന്നാൽ അവരുടെ വഴിയെ നമുക്ക് നടക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അള്ളാഹ് ഉണ്ടെന്ന്? ഉറപ്പില്ലാത്തവരൊന്ന് കൈവക്കേ. ആരുമില്ല, എല്ലാവർക്കും ഉറപ്പുണ്ട് അല്ലേ? ഉറപ്പ് 3 തരത്തിലുണ്ട്. ഏതുറപ്പാണ് നമുക്ക് ഉള്ളത് എന്ന് നോക്കാലോ. ഉറപ്പ് എത്ര തരമുണ്ട്? ഇൽമുൽ യഖീൻ. 1 ഏതാണ്? ഇൽമുൽ യഖീൻ. 2 ഐനുൽ യഖീൻ. 3 ഹഖുൽ യഖീൻ. ഞാനിതിലേക്ക് മുമ്പൊരിക്കൽ ആ പ്രണയം അള്ളാഹിനോടുന്ന വിഷയത്തിൽ സൂചന തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് പറഞ്ഞേ? 1 ഇൽമുൽ യഖീൻ, 2 ഐനുൽ യഖീൻ, 3 ഹഖുൽ യഖീൻ. എന്താ ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ? അള്ളയുണ്ട് എന്നുള്ളൊരു അറിവ്. ഉമ്മ പറഞ്ഞൊന്നു, ഉസ്താദ് പറഞ്ഞൊന്നു. ആരുണ്ട്? ഇപ്പൊ ഏതുപോലെയെന്ന് വെച്ചാല് വെള്ളിയാഴ്ച ദിവസം എടാ ഉസ്താദ് ഉണ്ടോ? വെള്ളിയാഴ്ചയല്ലേ ഉസ്താദ് ഉണ്ടാവും. ഇതാണ് ഏത്? ഇൽമുൽ യഖീൻ, അറിവ് കൊണ്ടുള്ള ഉറപ്പ്. ഇനി ഐനുൽ യഖീൻ എന്ന് പറയുന്നൊരു ഉറപ്പുണ്ട്. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഉറപ്പാണ്. അപ്പോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ യൂണിവേഴ്സ്, ഈ സംഗതി, ഇത് ബിഗ് ബാങ് തിയറിയിലൂടെയാണ് ഈ യൂണിവേഴ്സ് ഉണ്ടായതെങ്കിലും
ഇത് പൊട്ടിത്തെറിപ്പിക്കുന്ന ഒരാൾ വേണ്ടേ, അല്ലേ? ഇത് കൂട്ടി മുട്ടിക്കുന്ന ഒരാൾ വേണ്ടേ? അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഒരു ഇലാഹ് ഉണ്ട്. പക്ഷെ ഈ തെളിവൊക്കെ ഒരു യുക്തിവാദിയുടെ മുമ്പിൽ ചെന്നാൽ പൊട്ടിപ്പോകും. ഐനുൽ യഖീൻ അതിപ്പോ ഏതാ ഉസ്താദായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കാൻ പറ്റും? ഒരാൾ ചോദിക്കാൻ, എടാ ഉസ്താദ് ഉണ്ടോ പള്ളിയിൽ? ആ പിന്നെ കാറ് കിടപ്പുണ്ട്, ഉസ്താദ് ഉണ്ടോ? ഉസ്താദ് കാറിട്ടുണ്ട്, വേറെ വണ്ടിക്ക് പോയിട്ടുണ്ടെങ്കിലോ? ഐനുൽ യഖീൻ ശരിയായോ? ഇല്ല. മൂന്നാമത്തേതാണ് ഹഖുൽ യഖീൻ. അതെന്താ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉസ്താദേ, ഉസ്താദിനെ കണ്ടു, സലാം പറഞ്ഞു. അപ്പൊ ആളെവിടെ ഉണ്ടെന്ന് മനസ്സിലായി. നേരിട്ട് കണ്ടങ്ങോട്ട് ഉറപ്പിക്കുക. ഇതാണ് ഹഖുൽ യഖീൻ. ഖൽബിന്റെ കണ്ണുകൊണ്ട് അള്ളാഹിനെ തിരിച്ചറിഞ്ഞിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാം. അതാണ് ഹഖുൽ യഖീൻ. അതിനുള്ള പരിപാടിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹിനെ തിരിച്ചറിയുക. ഏത് യുക്തിവാദി വന്നാലും ഒന്ന് പോടാപ്പാ, തെളിവ്, എന്ത് തെളിവ്? എനിക്ക് എന്റെ ഇലാഹ് മതി, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ എന്ത് പറഞ്ഞാലും കാര്യമില്ല, പോടാ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഹഖുൽ യഖീനിലെത്ത. ആ ഹഖുൽ യഖീനിലെത്തിയ ആളുകൾ പാടിയതാണ് ഏത്? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ഹഖ്. നമുക്കപ്പോ ഹസ്ബി റബ്ബി എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അള്ളാഹ് ഖൽബിലേക്ക് വരാത്തതെന്ന് മനസ്സിലായില്ലേ? ഏത് യഖീനിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല? ഹഖുൽ നമുക്ക് എത്തണ്ടേ? വേണോ വേണ്ടേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ യഖീനാണ് മുത്തുമഇന്ന എന്ന് പറയുന്നത്. നഫ്സ്, അതായത് ഇപ്പൊ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങള്, ശുഹദാക്കൾ, ഇവരൊക്കെ നടന്നൊരു റൂട്ടുണ്ടല്ലോ. ഇവർക്കൊക്കെ കിട്ടിയ സമാധാനം ആർക്കും കിട്ടണം? ആർക്കും കിട്ടണം? നമുക്ക് കിട്ടണം. മനുഷ്യന്റെ ടെൻഷൻ മാറ്റാൻ ഒറ്റ വഴി, അത് ഇസ്ലാം മാത്രമേ ഉള്ളൂ. വേറൊരു ശാസ്ത്രത്തിനും നമ്മുടെ ടെൻഷൻ മാറ്റാൻ പറ്റൂല. ഇപ്പൊ സയൻസിന് നമ്മുടെ ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ച് പറയാൻ സയൻസിന് പറ്റുമോ? ഇല്ല. റൂഹ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ എന്ത് പഠനം നടത്തിയാലും എത്തൂല. റൂഹ് അത് അള്ളാഹുവിന്റെ സിറിൽപ്പെട്ടതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോ എന്തുകൊണ്ടാണ് നമുക്ക് ടെൻഷൻ വരുന്നത്? റീസൺസ് വേണ്ടേ? ഒരു റീസൺ ഞാൻ പറഞ്ഞുതരട്ടെ. നിങ്ങൾ പറയണില്ല. നമ്മുടെ നാഥനായ റബ്ബ് നമ്മളെ പടച്ചത് എന്തിനാ? അവനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ. എന്തിനാ? നമ്മൾ ഈ റൂട്ടിൽ നിന്ന് തെറ്റിയിട്ട് ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടുന്നത് കൊണ്ടാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നത്. എന്തിന്റെ പിന്നാലെ ഓടുന്നത് കൊണ്ട്? നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കും, സ്വപ്നം കാണും. കുറെ കഷ്ടപ്പെട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും ആഗ്രഹിക്കും, അല്ലേ? ആഗ്രഹങ്ങൾ ഇങ്ങനെ നീണ്ടു പോവാൻ. ഇതിന്റെ പേരിലുള്ള ടെൻഷൻ അടിയല്ലേ ഇന്ന് ലോകത്തുള്ളത്? ആണോ? അല്ലേ? വേണ്ടെന്ന്. ഒരു ചെറിയ കുഞ്ഞ് ജനിച്ചു വീണത് എങ്ങനെയാ? കൈ എങ്ങനെ ഇരിക്കും അവന്റെ? ഇങ്ങനെ ഇരിക്കുള്ളൂ. ഒരു ഹിന്ദി കവി ഭാവനയിലൂടെ ചോദിക്കുന്നുണ്ട്, മോനെ നിന്റെ കൈ എന്താടാ ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുന്നത്? ആനേ വാലേ ജിന്ദഗി കാ സ്വപ്ന ഹേ. ഇത് ഞാൻ വലുതായിട്ട് നേടേണ്ട സ്വപ്നങ്ങളാണ് എൻ്റെ ഈ രണ്ട് കൈപ്പിടിക്കുള്ളില്, അല്ലെ? എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ അബ്ദുൽ കലാം വരെ പറഞ്ഞു നിങ്ങൾ സ്വപ്നം കാണുമെന്നാണ് പറഞ്ഞത്. എന്നാൽ പരിധി വിട്ട സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ് നമ്മൾ എങ്ങോട്ടെത്തിക്കണത്? ടെൻഷനിലേക്ക് എത്തിക്കണത്. ഒരു കുഞ്ഞിന് വേണ്ടത് എന്താ? ടോയ്സ് ആണ്, ചോക്ലേറ്റുകളാണ്. കുഞ്ഞിത് പാരന്റ്സിനോട് പറഞ്ഞാൽ ഇടയ്ക്ക് വാങ്ങിക്കൊടുക്കും. ഇത് വാങ്ങിക്കൊടുത്ത കൊച്ചിന്റെ ആഗ്രഹം തീരുമോ? പിന്നെയും ആഗ്രഹിക്കും. കിട്ടിയില്ലെങ്കിൽ കരയും, ബഹളം ഉണ്ടാക്കും. കുറച്ചുകൂടെ വലുതായി ഒരു കുട്ടി, അവന് സൈക്കിള് വേണം. മോനെ വാപ്പാക്ക് കടമുണ്ടടാ. വാപ്പ അതൊന്നും പറഞ്ഞാൽ പറ്റൂല, എനിക്ക് എന്ത് വേണം? സൈക്കിൾ വേണം. കുറച്ചും കൂടെ വലുതായ ബൈക്ക് വേണം. ഒരു പെണ്ണാണെങ്കിലോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് മൂത്തുമാട മോക്കടെ കല്യാണം വരുന്നുണ്ട്. ഇപ്പോഴേ ടെൻഷനാണ്, ഞാൻ എന്തിടും അല്ലേ? എല്ലാവരും ഒരേ കളറായിരിക്കോ? എൻ്റെ ഡ്രസ്സ് നോക്കിയിട്ട് എല്ലാവരും ഞെട്ടുവോ? കക വാങ്ങി തരുമോ? ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി. ടെൻഷൻ, അതിൻ്റെ പേരിൽ പോലും ടെൻഷൻ, അല്ലേ? മനുഷ്യൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കണം. പുരുഷനാണെങ്കിലോ അവന് സമ്പത്ത് ഉണ്ടാക്കണം, ഇച്ചിരി പ്രശസ്തി ഉണ്ടാക്കണം, 4 ആള് കാണുമ്പോൾ ഒന്നും ഒരു ഗുമ്മു വേണം. ടെൻഷന്റെ പിന്നാലെ ഇങ്ങനെ ഓടുകയാണ്. ഇത് ഇതുവരെ ഓടും. നമ്മൾ ഈ ടെൻഷൻ അടിച്ചോടുമ്പോൾ ഓടും.
ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون ألهاكم التكاثر. മനുഷ്യൻ പണം ഇങ്ങനെ ഇരട്ടിക്കാൻ വേണ്ടി ഓടുകയാണ് അല്ലേ? അല്ലേ? അന്നത്തേക്കുള്ള ചെലവ് നടക്കണം എന്നുള്ള ചിന്തയിൽ മാത്രം പണിക്ക് പോയി ആരെങ്കിലും ഉണ്ടോ അന്നത്തെ ഈ കൂട്ടത്തില്? ഇല്ല. എന്തെങ്കിലുമൊക്കെ മിച്ചം വെക്കണം, പിള്ളേരെ പഠിപ്പിക്കണം, ഒരു ഭാവി ഉണ്ടാക്കണം, കുറച്ച് പൈസ കൂട്ടി സേവിങ്സ് ഇടണം അല്ലേ? നമ്മളിങ്ങനെ പണം ഇരട്ടിപ്പിക്കാൻ വേണ്ടി ഓടും. ഏതുവരെ ഓടും? ഹത്താ സുർതുമുൽ മഖാബിർ. ഇടം വരെ, പള്ളിക്കാട് സന്ദർശിക്കണത് വരെ. പള്ളിക്കാട് ഇപ്പം നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട്. ഇത് തിരിച്ചു വരാത്തൊരു സന്ദർശനം ഉണ്ട് നമുക്ക് അല്ലേ? ഖബറിൽ പോയി കിടക്കുന്നത് വരെ അവൻ ഓടുമെന്ന് പരിശുദ്ധ ഖുർആൻ. കല്ലാ സൗഫ തഅലമൂൻ. മോനെ അങ്ങനെ വേണ്ടടാ, അല്ലാഹു പറയാൻ, നീ പിന്നെ അറിഞ്ഞോളൂ എന്നാണ് പറയണത്. നീ എന്ത് ചെയ്യും? പിന്നെ അറിഞ്ഞോളൂ. അങ്ങനെ അറിയുന്നൊരു അവസരം ഉണ്ടാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതായത് നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു. ശരിക്കും നമ്മളെ പഠിച്ചത് എന്തിനാ നമ്മൾ പറഞ്ഞത്? ആരെ അറിയാൻ? പക്ഷെ ആ സുഖം എന്താണെന്ന് അറിയാതെ നമ്മൾ സമ്പത്തിന്റെ സുഖത്തിന്റെ പിന്നാലെ മാത്രം ഓടാണ്. നമ്മുടെ മറ്റേ പാട്ടിൽ എങ്ങനെ അള്ളയെ പാടിക്കേ, അള്ളയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ, അള്ളയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാനെ മാത്രം കൊള്ളണം, ബാക്കിയുള്ളതിനൊക്കെ. ഞാൻ എൻ്റെ ഒരു ഉസ്താദിന് മുമ്പിൽ പോയിരുന്ന സംഗതി നിങ്ങളോട് പറഞ്ഞില്ലേ. ഞാൻ മൂപ്പരുടെ സദസ്സിൽ ഇരുന്നപ്പോഴും ഞാനിങ്ങനെ എൻ്റെ കെട്ടിയോളം ഓർത്തുപോയി. എൻ്റെ വൈഫിനെ കാണിച്ചു. അപ്പം എന്നോട് പറഞ്ഞ വാക്കെന്താ? ഷാഫി, പൊണ്ടാട്ടിയെ പക്കത്തിലേവൈ അല്ലാവൈ ഉന്നോட കൽബിലേവൈ. മനസ്സിലായില്ല? പൊണ്ടാട്ടിയെ പക്കത്തിലേവൈടാ, കൽബിലെ ആരെ വെക്കണം? അല്ലാവെ വെക്കണം. നമുക്ക് ആ സംഗതി ഇല്ലാത്ത നമ്മള് അള്ളാനിങ്ങനെ എവിടെ കൊണ്ട് നോക്കും? പക്കത്തിൽ വെക്കും. അല്ലാഹു അക്ബർ, അള്ളാഹ് അടുത്തുണ്ട്. പക്ഷെ കൽബിൽ ആരൊക്കെ ഉണ്ട്? കെട്ടിയോളുണ്ട്, കുട്ടികളുണ്ട്, ജോലിയുണ്ട്, കടം കൊടുക്കാനുള്ളതുണ്ട്, തിരിച്ചു കിട്ടാനുള്ളതുണ്ട്, പ്രശ്നങ്ങളാണ്, അയൽപ്പക്ക പ്രശ്നങ്ങളുണ്ട്, എല്ലാം നമ്മുടെ കൽബിലുണ്ട്. ആര് മാത്രമില്ല. അപ്പൊ അള്ളാഹ് നമ്മളെ പഠിച്ചത് എന്താണോ അത് നമ്മുടെ വിഷയത്തിലില്ല. അപ്പൊ അള്ളയെ മാത്രം കൊള്ളാൻ പറ്റുന്ന കൽബ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ ആരെ സ്നേഹിക്കണം? നമ്മൾ എങ്ങനെ സ്നേഹിക്കണം? അതിന് മറ്റേ നമ്മൾ പരിപാടിയില്ലേ, പാമ്പിനെ എങ്ങനെയാ? പാമ്പിനെ ഭയക്കുന്ന പോലെ നീ റബ്ബിനെ ഭയക്കേണ്ടടോ, ഉപ്പയെ പ്രിയം വെക്കും പോലെ നീ റബ്ബിനെ പ്രിയം വെക്കടോ. അങ്ങനെ പാമ്പിനെ പേടിക്കണമല്ലോ. പടച്ചോന്ന് പറഞ്ഞാൽ ഭീകര സത്വം വന്ന് പിടിക്കാൻ പോകണമല്ലേ നമുക്ക്? ഇല്ല മക്കൾ, അങ്ങനെയല്ല. നീ നിന്റെ വാപ്പാനെ സ്നേഹിക്കണില്ലേ? അല്ലേ? എന്നാ വാപ്പാനെ പേടിയുണ്ട് എന്നതുപോലെ റബ്ബിനൊന്ന് സ്നേഹിച്ചു നോക്കി. അപ്പോഴാ നിനക്ക് ആ റബ്ബിനെ തിരിച്ചറിയാൻ പറ്റുക. അപ്പോഴാ നിന്റെ കൽബൊന്ന് തുറന്നു കിട്ടുക. നീ അങ്ങനെ ഒന്ന് സ്നേഹിക്ക് പടച്ചോനെ. അതല്ലേ റസൂലുള്ള ചോദിച്ചത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക. പടച്ചോൻ, എനിക്ക് വേണ്ടത് നിന്റെ പ്രണയാണല്ലാ, നിന്റെ സ്നേഹമാണ് പടച്ചോൻ, എനിക്ക് അതൊന്ന് താ അല്ലാ. സയ്യിദുനാ റസൂലുള്ളാഹ്. അതാഗ്രഹിക്കാതെ സമ്പത്തിന്റെ പിന്നാലെ ഓടിയാൽ അതിലായി മണ്ണിലടിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഗസാലി ഇമാം ഒരു യാചകന്റെ കഥ പറയുന്നുണ്ട്. പുള്ളി ഇങ്ങനെ ഭിക്ഷ യാചിച്ച് രാജകൊട്ടാരത്തിലെത്തി. ഇപ്പൊ രാജാവിനെ കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു, എന്തായാലും നീ എൻ്റെ അടുത്ത് വന്നതല്ലേ, ഞാൻ നിന്നെ സമ്പന്നനാക്കാം. ഒരു കാര്യം ചെയ്താൽ മതി, നാളെ നേരം വെളുക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഈ കൊട്ടാരത്തിന്റെ ഗ്രൗണ്ടിലെത്തണം. എന്നിട്ട് നീ ഇവിടെ നിന്ന് ഓടണം. നീ ഓടിയിട്ട് സൂര്യൻ അസ്തമിക്കുമ്പോൾ നീ എവിടെയാണോ ഉള്ളത് അത്രയും സ്ഥലം നിന്റെ പേരിൽ ഞാൻ എഴുതി തരും. നിനക്ക് ഞാൻ തന്നേക്കും. ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാണ്, നിനക്ക് ഞാൻ അങ്ങ് വെറുതെ തരും. അന്ന് രാത്രി ആ മനുഷ്യന് കിടന്നിട്ട് ഉറക്കം വന്നിട്ടില്ല. കാരണം എന്താ? നാളെ കോടീശ്വരനാകാൻ പോവാൻ. അങ്ങനെ കിടന്നു. ഒരു കണക്കിന് കിടന്നിട്ട് തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഅ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. അല്ലാഹു ഖുർആനിൽ പറയാണ്, അള്ളാനെ സ്നേഹിക്കുന്ന ആളുകളുടെ അടയാളം പറയുന്നുണ്ട്. തഹജ്ജുദ് നിസ്കരിക്കാൻ
അവര് കിടന്നാലും കിടപ്പുറക്കാത്തതുപോലെ എനിക്ക് എൻ്റെ റബ്ബിനോട് സംസാരിക്കണം, എനിക്ക് എൻ്റെ റബ്ബിനെ കാണണം. കിടന്നാലും അലാമൊന്നും അടിക്കണ്ട, അതിനു മുമ്പ് എന്നെ ചാടി അങ്ങ് എണീക്കും അല്ലേ? എൻ്റെ പ്രിയപ്പെട്ടോള് പറഞ്ഞിട്ടുണ്ട്, കാക്ക എല്ലാവരും ഉറങ്ങട്ടെ, രാത്രി 2 മണിക്ക് ഞാൻ വിളിക്കാം. കിടന്നുറക്കം വരുമോ? കിടന്നുറക്കം വരുമോ? ഉറക്കം വരുമോ? ഞങ്ങൾക്ക് ആ പ്രായമൊക്കെ കഴിഞ്ഞു. എന്നാലും 2 മണിക്ക് ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വരുമോ സഫു? അങ്ങനെ വരുമോ? വരൂല. അവളുടെ കോൾ എപ്പോഴാ വന്നത്? ഇനി ഞാൻ എങ്ങനെ ഉറങ്ങിപ്പോയിട്ട് ആ കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പഠിച്ചോനെ എന്റെ ആ പ്രണയ നിമിഷങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. കിടന്നിട്ട് കിടപ്പുറക്കാത്തതുപോലെ. ഈ പ്രണയം എന്താ റബ്ബിനോട് വരാത്തത്? മുഅ്മിനീങ്ങളുടെ അടയാളം പറയുന്നുണ്ട്, അവർക്ക് കിടന്നാലും കിടപ്പുറക്കൂല. കാരണം അവരിങ്ങനെ പ്രണയ നിർഭരമായ നിമിഷത്തിന് വേണ്ടി കാത്തു നിൽക്കാൻ. ആരോട് പ്രണയം? അള്ളാഹിനോട് പ്രണയം. കിടന്നാലും കിടപ്പുറക്കാത്തവർ അവരിങ്ങനെ ചാടി എണീക്കും. സുബീക്ക് എണീക്കണമെങ്കിൽ 100 അലാറം അടിക്കണം. ഒരലാറം അടിക്കുമ്പോൾ സ്നൂസ് ചെയ്ത് വെക്കും, കിടക്കും. പിന്നെ അടിക്കും, പിന്നെ എടുക്കും. ഒരു സ്വൈര്യം ഇല്ലാണ്ടാണ് നമ്മൾ എണീറ്റ് പള്ളിയിലേക്ക് വന്നത്. എന്നാൽ പ്രണയമുള്ളവരുടെ മനസ്സ് അങ്ങനെയൊന്നുമല്ല. അലാം അടിക്കൊന്നും വേണ്ട, നമ്മൾ ചാടിയും എണീക്കും. എൻ്റെ റബ്ബ് എനിക്കായി തന്ന നിമിഷം, ഞാൻ എൻ്റെ റബ്ബിനോട് സംസാരിക്കാൻ പോകുന്ന നിമിഷം, ഞാൻ എൻ്റെ ജീവനേക്കാൾ സർവസ്വത്തേക്കാൾ പ്രണയിക്കേണ്ട എൻ്റെ നാഥൻ, ആ നാഥൻ എനിക്ക് ടൈം തന്നിട്ട് അവൻ കാത്തിരിക്കുകയാണ്. ഞാൻ പോയില്ലെങ്കിൽ പിന്നെ എന്നെന്തിനു കൊള്ളാം? തത്തജാഫ ജുനൂബുഹും അനിൽ മദാജി. അപ്പൊ ശരിക്കും പ്രണയം ആരോടുണ്ടാകണം? ഈ യാചകന് പ്രണയം എന്തിനോടായി പോയി? സമ്പത്തിനോടായി പോയി. അപ്പൊ ഇയാൾ കിടന്നിട്ട് ഉറക്കം പറ്റില്ല. നാളെ അത്രയും വലിയ കോടീശ്വരനാവാൻ പോവല്ലേ. രാവിലെ നേരം വെളുത്തപ്പോ തന്നെ സൂര്യൻ ഉദിക്കണതിന് മുമ്പ് മൂപ്പര് എവിടെയുണ്ട്? കൊട്ടാരത്തിലുണ്ട്. രാജാവ് പറഞ്ഞു, ഒന്ന് ഓടിക്കൂ, നീ എവിടെയാണോ അസ്തമയ സമയത്ത് എത്തുന്നത് അപ്പൊ നിനക്ക് അത്രയും ഭൂമി നിനക്കുള്ളതാണ്. ഓടി 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 തളർച്ച തോന്നിയിട്ട് നിന്നിട്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ നിന്നില്ല. കാരണം എന്താ? ആ വെള്ളം കുടിക്കണ സമയം എനിക്ക് വേണമെങ്കിൽ കുറച്ച് മീറ്ററുകളോളം ഓടാം. അപ്പൊ എനിക്ക് അത്രയും സ്ഥലം നഷ്ടപ്പെടും അല്ലേ? ഓടി ഓടി രാജാവിനേക്കാളും വലിയ ആളാരാകണം? ഞാനാകണം. ഓടി. ഉച്ചക്ക് ചോറ് കഴിച്ചോ? ഇല്ല. വെള്ളവും കുടിച്ചില്ല. അസറിന്റെ നേരെയായി, വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഓടാൻ 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 ഭയങ്കര ഓട്ടം. വെള്ളമില്ല, ഭക്ഷണമില്ല, ആരോഗ്യം നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. സൂര്യൻ അസ്തമിക്കാറായി. അപ്പൊ ഒന്നും കൂടെ വേഗത കൂട്ടി. അസ്തമാന സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് തീരാറാകുമ്പോഴേക്ക് ആ മനുഷ്യൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ഇതല്ലേ നമ്മുടെ ഓട്ടം അല്ലേ? നമ്മുടെ സ്വപ്നങ്ങൾ ഇങ്ങനല്ലേ? നമുക്ക് നമ്മുടെ സ്വപ്നത്തിൽ എവിടെയെങ്കിലും അള്ള ഉണ്ടോ? ഇല്ല. അള്ളാഹുവുമായിട്ട് ബന്ധമില്ലാത്ത സംഗതികളെ മാത്രം സ്വപ്നം കണ്ട് നമ്മളിങ്ങനെ പിരാന്തനെ പോലെ ഓടുകയാണ്. ഓടി 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 സംഗതി കൈ കിട്ടിയോ? നമ്മുടെ കഥ കഴിയുകയും ചെയ്തു. എന്ത് നേടി നമ്മൾ ഈ ദുനിയാവില്? എന്ത് നേടി? എന്ത് നേടി? പരിശുദ്ധ ഖുർആനില് സൂറത്തുൽ ആദിയാത്ത് നമ്മൾ ഓതിയിട്ടില്ലേ? വൽ ആദിയാത്തി ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فبسطن به جمعا إن الإنسان لربه لكنود. അള്ളാഹുവിന്റെ ഒരു ഉപമ നിങ്ങൾ നോക്ക്. ഒരു കുതിരയുടെ 5 ഗുണങ്ങളെ കുറിച്ച് പറയാണ്. ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങരുതട്ടോ. ഈ സമയത്താണ് ശൈത്താൻ നമ്മളെ കൂടുതൽ ഉറക്കണത്. നീ അങ്ങനെ അള്ളാനെ പ്രണയിക്കണ അവിടെ കാണട്ടെ. നീ ഇപ്പൊ എന്നെ പ്രണയിച്ചാ മതി, ഞാനാണ് നിന്റെ മുത്തുമണി അല്ലേ? അല്ലെങ്കിൽ ചിന്തിച്ചു നോക്കി, ഹനാൻ ഷാ എന്ന് പറഞ്ഞൊരു പയ്യൻ, പഠിച്ചോനെ എന്തോരം തെറിവിളിയാണ് ഞാൻ അതുകൊണ്ട് കേട്ടത്. ആ ചെറുക്കം കിടന്ന് തുള്ളിച്ചാടുന്നത് കാണാൻ നിക്കാബിട്ട പെണ്ണുങ്ങൾ വരെ പോവാൻ. പാതിരാത്രി സമയം അവിടെ നിന്ന് തുള്ളിച്ചാടാൻ. മക്കളെ അങ്ങനെ പോകല്ലേ എന്ന് പറഞ്ഞാൽ, താനൊരു മെയിൽ ഷോവനിസ്റ്റ് ആണോ മൊയ്യാരിയൻ എന്നോട് പറയണ ഒരു പെണ്ണ്. ഇതിലെന്ത് മെയിൽ ഷോവനിസാണുള്ളത്? ഈ പർദ്ദയും നിക്കാബും ഒക്കെ ഇട്ട് ഈ ഹറാമായ പാട്ടിനൊപ്പം മ്യൂസിക് ഇട്ടിട്ട് ഇവരിങ്ങനെ ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് തുള്ളിച്ചാടുന്നതിനെ വിമർശിച്ചാല് മെയിൽ ഷോവനിസ്റ്റായി അല്ലേ? ആലോചിക്കുക. അല്ലാഹു ബോധം കൊടുക്കട്ടെ. കുതിച്ച് കിതച്ചോടുന്ന കുതിരയെ തന്നെ സത്യം, കുതിരയെ പിടിച്ചുള്ള സത്യം ചെയ്യാൻ. ഈ കാലിൽ കുളമ്പുണ്ടാവൂലേ, അതിങ്ങനെ പാറയിൽ മുട്ടിയിട്ട് തീപ്പൊരി പറപ്പിച്ചു കൊണ്ടോടുന്ന കുതിരയെ തന്നെ സത്യം. നേരം വെളുത്തപ്പോ തന്നെ യജമാനന് വേണ്ടി ഓടുന്ന കുതിരയെ തന്നെ സത്യം. പിന്നെ
ഫഅസർന ബിഹി നഖആ, പൊടിപടലങ്ങൾ പറത്തി ഓടുന്ന കുതിരയെ തന്നെ സത്യം. ഫവസത്ന ബിഹി ജംആ, യുദ്ധ സംഘം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. യുദ്ധ സന്ദർഭം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് പേടിയില്ലാതെ നിൽക്കുന്ന കുതിരയെ തന്നെ സത്യം. ഇത്തരം ഗുണങ്ങളൊക്കെ അള്ളാഹ് പറഞ്ഞു. എന്നിട്ട് പറയുന്ന ഒരു വർത്താനുണ്ട്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ തീർച്ചയായും നന്ദി കെട്ടവൻ തന്നെയാണ്. അള്ളാഹ് പറയാൻ ലകനൂദ്, ലാമും കൂടെ ചേർത്തിട്ടുണ്ട്. തീർച്ചയായും തീർച്ചയായും മനുഷ്യൻ നന്ദി കെട്ടവനാണ്. ഇത്രയും ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ, ഒരു കുതിര, 4 കാലിൽ നടക്കുന്ന കുതിരക്ക് ഇത്രയും ഗുണമുണ്ട്. എന്നിട്ട് പറയണ എന്താ, മനുഷ്യ നിനക്ക് 2 കാലില്ലടാ, നിനക്ക് ബുദ്ധിയില്ലേ, എന്നിട്ട് ആ കുതിരയുടെ ഗുണം പോലും നിനക്കില്ലല്ലോ മോനെ, നീ നന്ദി കെട്ടവനായി പോയില്ലേന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. നിന്റെ ആരോഗ്യം നീ എന്തിനു ചെലവഴിച്ചു? നിന്റെ ആരോഗ്യം ചിലവഴിക്കുന്നതിൽ എവിടെയെങ്കിലും അല്ലാഹ് ഉണ്ടായിരുന്നോ? നിന്റെ സമ്പത്ത് ചിലവഴിക്കുന്നതിൽ എവിടെയെങ്കിലും അല്ലാഹ് ഉണ്ടായിരുന്നോ? ഇല്ല. നിന്റെ പൈസ അതൊക്കെ എന്റെ കുടുംബത്തിന് വേണ്ടെന്നല്ല, അതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി എന്നുള്ളൊരു സംഗതി കൂടെ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്നതും എത്രമേൽ മനോഹരായിരുന്നേനെ. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ തീർച്ചയായും നന്ദി കെട്ടവനാണ്. എന്താ അതിന് തെളിവെന്താ? വഇന്നഹു അലാ ദാലിക ലശഹീദ്, വേറെ തെളിവൊന്നും വേണ്ട. നിന്റെ ശരീരത്തിലേക്ക് നോക്കിയാൽ മതി. നിന്റെ നോട്ടം അള്ളാഹ്ക്കെതിരാണ്, നിന്റെ നടത്തം അള്ളാഹ്ക്കെതിരാണ്, നിന്റെ സംസാരം അള്ളാഹ്ക്കെതിരാണ്, നിന്റെ ജീവിതം അള്ളാഹ്ക്കെതിരാണ്. ഇതുപോലെ മോനെ നീ നന്ദി കെട്ടവനാണെന്ന് മനസ്സിലാക്കാൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, സമ്പത്തിനോടുള്ള അത്യാർത്തി നിന്റെ മനസ്സിൽ ഇങ്ങനെ പിടിച്ചു കുലുക്കണമെന്ന്. വയസ്സായ തീരോ സമ്പത്തിനോടുള്ള ആർത്തി? തീരോ? ഇനിയിപ്പോ അല്ല, സ്വപ്നങ്ങളൊന്നുമില്ല ഉസ്താദെ, ഒന്ന് ഈമാൻ കിട്ടി മരിച്ചാ മതി. ലോകത്തെ ഏറ്റവും വലിയ തള്ളാണത്. ആ പറയല് മാത്രമേ ഉണ്ടാവുള്ളൂ, കൽബിന്റെ അകത്ത് അപ്പുറത്തുള്ളൂ എൻ്റെ ഒരു 10 സെന്റ് ഭൂമിയും കൂടെ കിട്ടിയാലേ അങ്ങനെയല്ലേ? അതെങ്ങനെ ചുളിവിൽ തട്ടിയെടുക്കാൻ വല്ല വഴിയുണ്ടോ? കാക്കാക്ക് 99 വയസ്സായി, സെഞ്ചുറി അടിക്കാൻ കാത്തുക്ക. എത്ര നാൾ അള്ളാഹു എനിക്ക് ജീവിക്കാൻ തൗഫീഖൊന്നും, ഇനി ഈമാനോടെ മരിക്കണം എന്നുള്ള ചിന്തയൊന്നുമില്ല. അതൊക്കെ പറച്ചിലിൽ മാത്രം ഒതുങ്ങി. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്, വയസ്സായാലും 2 കാര്യത്തിൽ യുവത്വം നിറഞ്ഞു നിൽക്കുന്നു മുഹമ്മദ് മുസ്തഫ. 2 കാര്യത്തിൽ യുവത്വം നിറഞ്ഞു നിൽക്കും. ഏതൊക്കെ? ജീവിക്കണം എന്നുള്ള കൊതി, സമ്പത്തിനോടുള്ള കൊതി. ഈ 2 പോവില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അത് പോണെങ്കിൽ ഭയങ്കര പാടാ. മനസ്സിലാവുന്നുണ്ട്? അള്ളാഹു നമുക്ക് ബോധം തരുമാറാകട്ടെ. അതായത് ഈ സമ്പത്തിനോടുള്ള കൊതി കൽബിൽ കയറിയ പിന്നെ അവന്റെ നിസ്കാരമൊന്നും അവൻ ആസ്വദിക്കാൻ പറ്റൂല. ഇപ്പൊ സൂറത്തുൽ മാഊൻ നിങ്ങൾക്കറിയാൻ പാടില്ലേ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കിയവരാരാണ് നബി എന്നാണ്. ഫദാലികല്ലദീ യദ്ഉൽ യതീം, ആരാ ദീനിനെ കളവാക്കിയവനാരാ? യത്തീമിന് വല്ലതും കിട്ടുന്നത് തടയുന്നവനാണ്. പിന്നെ അടുത്ത ആഴ്ച വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന് കൊടുക്കുന്നതിനെ പ്രേരിപ്പിക്കുക പോലും ചെയ്യാത്തവനാണ്. എന്നിട്ട് പറയുന്നത് എന്താ പഠിച്ചോ? ഫവൈലുൻ ലിൽ, യത്തീമിനും കൊടുക്കൂല, പാവപ്പെട്ടവനും കൊടുക്കൂല. എന്നിട്ട് അല്ലാഹ് എന്തിനാ അത് പറഞ്ഞത്? ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കാത്തവർക്ക് നാശം. എന്തിനാ അല്ലാഹ് അങ്ങനെ പറഞ്ഞത്? യത്തീമിന് കൊടുക്കാത്തവൻ, പാവപ്പെട്ടവന് കൊടുക്കാത്തവൻ, ഇവൻ അള്ളാനെ ആരാധിക്കുന്നവനല്ല, ഇവൻ ആരെ പൂജിക്കുന്നവനാ? സമ്പത്തിനെ പൂജിക്കുന്നവനാ. എടാ, സമ്പത്തിനെ പൂജിച്ചുകൊണ്ട് നീ എത്ര അല്ലാഹു അക്ബർ പറഞ്ഞാലും നിന്റെ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ട. അങ്ങനെയുള്ള നിസ്കാരം കൊണ്ട് നീ ചെന്നെത്തുന്നത് ഫവൈലുൻ, നാശത്തിലാണ്, നരകത്തിന്റെ അടിത്തട്ടിലാണ്. പരിശുദ്ധ ഖുർആൻ. അപ്പൊ നീ അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന് നീ വെറുതെ പറയാൻ, കള്ളത്തരം പറയാൻ. നിന്റെ ഉള്ളിലുള്ളത് സമ്പത്താണ്, സമ്പത്തിനോടുള്ള അത്യാർത്തിയാണ്. അതാണ് യത്തീമിനെ നീ പരിഗണിക്കാത്തത്, പാവപ്പെട്ടവനെ നീ പരിഗണിക്കാത്തത്. അല്ലദീനഹും യുറാഊൻ, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണ് നീ നിസ്കരിക്കണതൊക്കെ. നിന്റെ ഇഖ്ലാസൊക്കെ തട്ടിപ്പാണോ. വയംനഊനൽ മാഊൻ, പരോപകാര വസ്തുക്കൾ പോലും കൊടുക്കൂല, അതിനെ പോലും തടയും. പരോപകാര വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇത്തിരി ഉപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 തവണയൊക്കെ കൊടുക്കും. പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാ ഉപ്പ് തീർന്നു വേടി അല്ലേ, അതുപോലും കൊടുക്കാൻ മടിയുള്ള മനസ്സായി നിന്റെ മനസ്സ് മാറും. കാരണം നീ പൂജിക്കുന്നത് അല്ലാഹനെയല്ല, സമ്പത്തിനെയാണ്. നീ സമ്പത്തിന്റെ ആരാധകനാണ്, നീ മുശ്രിക്കാണ്. നിന്റെ നിസ്കാരം ഫവൈലുൻ, അതുകൊണ്ട് നീ എത്തുക
നരകത്തിലാണ്. ആ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ട. അപ്പൊ സമ്പത്തിനോടുള്ള അത്യാർത്തി ഒരിക്കലും നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല, അല്ലേ? സമ്പത്ത് പടച്ചോന്റെ അനുഗ്രഹമാണോ? പരീക്ഷണാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമുക്ക് തോന്നും എനിക്ക് പടച്ചോൻ ഇങ്ങനെ പൈസ ഇട്ട് തരുമ്പോഴേ, കൂട്ടിത്തരുമ്പോൾ അള്ളാഹ്ക്കാണ്. അതെ, ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, ഒരു കാര്യം, നിങ്ങൾ തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, ഇങ്ങനെ ശരിക്കും മനസ്സിലാക്കണം, നിങ്ങൾ തിന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നിട്ടും അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം വർഷിച്ച് തരുന്നുണ്ടെങ്കിൽ പേടിച്ചോളണം. എവിടെ ഉറങ്ങുന്നവരൊക്കെ ഒന്ന് വിളിച്ചേ. ശരിക്കും എങ്ങനെ ഞാൻ പറഞ്ഞതാ? നിങ്ങൾ തെറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ ഇങ്ങനെ വർഷിച്ച് തരികയും ചെയ്യുന്നുണ്ടെങ്കിൽ പേടിച്ചോളണം, നിങ്ങൾ ഡേഞ്ചർ സോണിലാണ്. ഒരു പിടുത്തം അള്ളാഹു പിടിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ അഹങ്കരിച്ചു പോവാണെങ്കിൽ ആ പിടിക്കുന്ന സമയത്ത് താങ്ങാൻ പറ്റൂല. നമ്മൾ തിന്മകൾ ചെയ്യുമ്പോഴും അനുഗ്രഹങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, പടച്ചോന്റെ വലിയ പരീക്ഷണാണ്. ചിലപ്പോ സമ്പത്ത് തന്നാണ് പടച്ചോൻ പരീക്ഷിക്കുക. ദാരിദ്ര്യം നൽകി പരീക്ഷിക്കുന്നതിന്റെ ഇരട്ടി സ്ട്രോങ് ഉള്ള പരീക്ഷണാണേത്? സമ്പത്ത് തന്നിട്ട് പരീക്ഷിക്കണത്. പെടും മോനെ, പെടും. നീ തിന്മ ചെയ്യുമ്പോ നിനക്ക് അല്ലാഹു അനുഗ്രഹം തരുന്നുണ്ടോ? നിനക്കുള്ള പരീക്ഷണാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് കൽബങ്ങ് ക്ലീൻ ആകണം, മുത്തുമഇന്നയിലേക്ക് എത്താൻ പരിശ്രമിക്കണം. അതിനുള്ള പണിയാണ് നമ്മൾ എടുക്കാൻ പോണത്. അപ്പൊ ഉസ്താദെ ആഗ്രഹിക്കാൻ പാടില്ലേ? ആഗ്രഹിക്കണം, നന്മ ആഗ്രഹിക്കണം. ഇപ്പൊ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ്, ഉറക്കം വരുന്നുണ്ടോ? ഒരു 5 മിനിറ്റ് കൂടെ. ലൗലൽ അമൽ, ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നെങ്കിൽ ഒരു കൃഷിക്കാരനും കൃഷി നടത്തില്ലായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു ഉമ്മയും കുഞ്ഞിന് പാല് കൊടുക്കില്ലായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു ഉമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് എന്ത് കരുതിയിട്ടാ? വലുതായാൽ എൻ്റെ പുള്ള എന്നെ ഈ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് കൊടുക്കണത്. ഇവൻ എന്നെ നോക്കൂല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ആ ഉമ്മ പാല് കൊടുക്കുവോ? പച്ചവെള്ളം കൊടുക്കൂല, പിന്നെയല്ലേ പാല്, അല്ലേ? ആ ഒരു ഉറപ്പിന്മേലാണ്, ആ ഒരു ആഗ്രഹത്തിന്മേലാണ്. ആഗ്രഹങ്ങൾ നന്നാകണം, പിടുത്തം വിട്ട് ആഗ്രഹിക്കാൻ പാടില്ല. ഇപ്പോ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, പേര് ഞാൻ പറയൂല, നല്ല കഥ ഞാൻ പറഞ്ഞുതരാം. അതായത് മൂപ്പരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാള്, രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണ്, വളർന്നു. അങ്ങനെ കുടുംബത്തിൽപ്പെട്ട കസിൻ എന്ത് ചെയ്തു? അവനൊരു ബിസിനസ് തുടങ്ങി, അവനിങ്ങനെ ഉയരാൻ തുടങ്ങി, നല്ല നല്ല സ്റ്റേറ്റിലേക്ക് എത്തി. അപ്പൊ അത് കണ്ടപ്പോ ഞാനവന് ഒരുമിച്ച് പഠിച്ചല്ലേ, എനിക്കെന്താ ഉയർന്നാല്? അവന് വാപ്പാടെ സ്വത്തിന്ന് കിട്ടി, ഇവന്റെ കയ്യിൽ ഒന്നുമില്ല. ഇവൻ എന്ത് ചെയ്തു? ഇവൻ വീടും സ്ഥലവും കൊണ്ടുപോയിട്ട് ബാങ്കിൽ പണയം വെച്ചിട്ട് ലോൺ എടുത്തു. 20 ലക്ഷം രൂപ ലോൺ എടുത്തു. അപ്പൊ ക്യാപിറ്റലായിട്ടൊന്നുമില്ല അവന്റെ കയ്യിൽ. അപ്പൊ ക്യാപിറ്റലായ ഈ എമൗണ്ട് പോലും എവിടെന്നാ? പലിശയിൽ നിന്നുള്ളതാണ്. തുടങ്ങി സംഗതി, കച്ചവടം നന്നായിട്ട് ഉഷാറായി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴും ലാഭത്തിൽ മിച്ചം പിടിക്കാനൊന്നുമില്ല. ലാഭത്തിൽ നഷ്ടം വരുന്നു, പിന്നെ ലാഭം ഇല്ലാതായി. കാരണം എന്താ? മാസാമാസം ലോണിലേക്ക് അടക്കണം, അല്ലേ? ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണം, ഈ വർക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോകണം. അവസാനം എന്ത് ചെയ്തു? ഇവൻ പെങ്ങളുടെ അടുക്കൽ ചെന്നു, മോളെ ഇക്കാക്ക് സ്വർണ്ണം ഒന്ന് മറിക്കാൻ തരണം. സ്വർണം മേടിച്ചു. കൊച്ചാപ്പാടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, കൊച്ചാപ്പ ആധാരം ഒന്ന് പണയം വെക്കാൻ തരണം. 3 മാസം എടുത്തു. അവസാനം എന്ത് സംഭവിച്ചു? കൊച്ചാപ്പാടെ ആധാരം പോയി, പെങ്ങളുടെ സ്വർണവും പോയി, ഇവന്റെ കുടുംബം പോയി, എല്ലാം നശിച്ചുപോയി. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? എന്താണ് കാരണം? ഇവന്റെ അതിരി കടന്ന ആഗ്രഹം. ഹറാമിലൂടെ പോയാലും വേണ്ടില്ല എനിക്ക്. ഇപ്പൊ അങ്ങനെ ഒരു വിഷയം കൂടി ഞാൻ പറയട്ടെ നിങ്ങളോട്. ഈ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത് എത്ര പേരുണ്ട്? മനസ്സിൽ പറഞ്ഞാൽ മതി, പുറത്ത് പറയണ്ട. മെഡിക്കൽ ഇൻഷുറൻസിന്റെ വിധി എന്താണ്? എന്താ വിധി? എന്താ? ഹറാമാണ്, അല്ലേ? ഹറാമാണ്. എന്താ മെഡിക്കൽ ഇൻഷുറൻസിൽ നിങ്ങളെന്ത് ഉദ്ദേശിക്കണത്? ഒരു രോഗം വന്നാൽ ആരുടെ മുമ്പിൽ കൈ നീട്ടുണ്ടല്ലോ, അല്ലേ? അപ്പോ ആ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതിനപ്പുറമുള്ള രോഗം തന്നെ അള്ളാഹു പരീക്ഷിച്ച നിങ്ങൾ എന്ത് ചെയ്യും? അള്ളാന്റെ ഖളായിൽ നിനക്കൊരു രോഗം ഉണ്ടാവില്ല. കൊച്ചു രോഗങ്ങളിൽ നിനക്കത് താങ്ങാൻ പറ്റുന്ന തുകയൊക്കെ തന്ന അള്ളാഹ് നിന്നെ ഇങ്ങനെ കൊണ്ടുപോകും. മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു വെച്ച് നീ അള്ളാനെ പരീക്ഷിക്കാൻ നോക്കുമ്പോൾ അള്ളാഹ് തിരിച്ചൊരു പരീക്ഷണം അങ്ങോട്ട് വന്ന് എന്ത് ചെയ്യും? ലോട്ടറി പോലെയാണ് ഇൻഷുറൻസ്. കാരണം എന്താ? നമ്മൾ കൊടുക്കുന്ന തുക തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുണ്ട തുകയാണോ? തിരിച്ചു കിട്ടണമെങ്കിൽ എന്ത് വരണം? രോഗം വരണം. തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സംഗതി ലോട്ടറിക്ക് സമാനാണ്. അതുകൊണ്ട് അത് നിഷിദ്ധമാണ് ഇസ്ലാമിൽ. മനസ്സിലായോ? അപ്പൊ നമ്മുടെ അത്യാർത്തി, ഈ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ ആഗ്രഹം എന്താ? ശരിക്കും രോഗം വന്നോന്നല്ലേ അവൻ കൊതിക്കണത്, അല്ലേ?
ശരിക്കും എനിക്കൊരു വലിയ രോഗം വന്നു കഴിഞ്ഞാൽ ഒരാളുടെ മുമ്പിൽ കൈനീട്ടുണ്ടല്ലോ എന്ന്. അപ്പൊ എന്റെ കൊതി എന്താണ്? നല്ലൊരു ക്യാൻസർ 4th സ്റ്റേജിലേക്ക് ഇങ്ങോട്ട് വന്നായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് പോലെയാണ് ഏത് ഇൻഷുറൻസ് എടുക്കണം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഇൻഷുറൻസിനെ കുറിച്ച് നമുക്കൊരു ക്ലാസ് എടുക്കേണ്ട ഒരു ദിവസം ജുമായിൽ നമുക്ക് പ്രസംഗിക്കാം അല്ലേ? ഇൻഷുറൻസിന്റെ വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഉസ്താദ്, ഇപ്പൊ ടെൻഷനിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? എന്താ? ഒറ്റ വഴിയേ ഉള്ളൂ. അതും കൂടെ പറഞ്ഞു നിർച്ചാൻ. ഒറ്റ വഴി. അതെങ്ങനെ നമുക്ക് പ്രായോഗികമാക്കാം എന്നുള്ളത് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ഒറ്റ വഴി, എടോ, നിനക്ക് പടച്ചോൻ എന്താണോ തന്നത് അതിൽ നീ തൃപ്തിപ്പെട്ടാൽ നീയാണ് അംബാനിയേക്കാൾ വലിയ സമ്പന്നൻ. സയ്യിദുനാ റസൂലുള്ളാഹ്. അംബാനി എന്ന് റസൂലുള്ളാഹ് പറഞ്ഞിട്ടില്ല. നീയാണ് ജനങ്ങളിൽ ഏറ്റവും വലിയ സമ്പന്നൻ. മനസ്സിലായോ? അള്ളാഹ് തരുന്നതിൽ തൃപ്തിപ്പെടുക. ഇതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ. റബ്ബ് എന്ന് പറഞ്ഞ ആരാണ്? ഞാൻ ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ല. പിന്നെ എനിക്കെന്താണോ ഗുണം, എൻ്റെ റബ്ബ് എനിക്ക് തന്നത് രോഗാണെങ്കിൽ എനിക്ക് ഗുണം രോഗാണ്. എൻ്റെ റബ്ബ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ എടുത്തുവെങ്കിൽ എനിക്ക് ഗുണം അതാണ്. എൻ്റെ റബ്ബ് എനിക്ക് കുഞ്ഞിനെ തന്നുവെങ്കിൽ എനിക്ക് ഗുണം അതാണ്. എൻ്റെ റബ്ബ് എനിക്ക് ദാരിദ്ര്യം തന്നുവെങ്കിൽ എനിക്ക് ഗുണം അതാണ്. എന്നെക്കാൾ എന്നെ അറിയുന്നത് ആർക്കാണ്? അല്ലാഹ് അല്ലേ? അപ്പൊ ആ റബ്ബിനെ തിരിച്ചറിഞ്ഞ് അവൻ തന്നതിൽ അൽഹംദുലില്ലാ പറയലാണ് ടെൻഷൻ ഇല്ലാതിരിക്കാനുള്ള ഏക വഴി. അൽഹംദുലില്ലാ ആ ബോധ്യത്തിൽ പറയുന്ന ഒരാൾക്ക് ടെൻഷൻ ഉണ്ടാവോ? ഉണ്ടാവൂല. അതെങ്ങനെ പറയാൻ പറ്റും? ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം അല്ലേ? അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി നിങ്ങൾ പറ, ഞാൻ തള്ളിയതാണോ? അല്ല. ഈ സംഗതി കൽബിൽ കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അംബാനിയല്ല, ബിൽഗേറ്റ്സ് അല്ല, അവന്മാരെക്കാളൊക്കെ പണക്കാര് നമ്മളാണ്, സമ്പന്നർ നമ്മളാണ്. അല്ലേ? നിങ്ങൾ പറയും, അവരെക്കാളൊക്കെ സമ്പന്നർ നമ്മൾ തന്നെയാണ്. ആ സമ്പന്നത ആസ്വദിക്കാൻ ഈ നഫ്സിലേക്ക് നമ്മൾ എത്തണം. ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ച ഇതിൻ്റെ ബാക്കി നമുക്ക് ചർച്ച ചെയ്യണം. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ, യത്തീമായൊരു കുഞ്ഞ്, ബാപ്പ ഉസ്താദായിരുന്നു, ബാപ്പ മരണപ്പെട്ടു പോയി. ആ കുഞ്ഞ് കണ്ടപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് മദ്രസയിൽ പോകാനൊരു സൈക്കിൾ വാങ്ങിത്തരുമെന്നാണ്. അൽഹംദുലില്ലാ നമ്മുടെ റിലീഫ് പദ്ധതിയിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് സഹായം നൽകുന്നുണ്ട്. ആ കൂട്ടത്തിൽ ആ കുഞ്ഞിനും, യത്തീമായ കുഞ്ഞിനും അൽഹംദുലില്ലാ ഒരു സൈക്കിൾ വാങ്ങിക്കൊടുക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമാണ്. അൽഹംദുലില്ലാ ആ പൊന്നുമോന്, ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാവിധ അപകടങ്ങളിൽ നിന്നും നമ്മയും അവരെയും കാത്തുരക്ഷിക്കട്ടെ. മരണപ്പെട്ടു പോയ ഉസ്താദായ ആ പിതാവിന് അള്ളാഹു ബർസഖി ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്യുന്നുണ്ട്. ഒരു ഉമ്മ, പ്രായം ചെന്നൊരു ഉമ്മ, അവരിങ്ങനെ നടക്കാൻ പറ്റാതെ പ്രയാസത്തിലായിരുന്നു. നമ്മുടെ നിരന്തരം സബാഹുൽ ഖൈർ കാണുന്നൊരു ഉമ്മയാണ്. അൽഹംദുലില്ലാ ആ ഉമ്മ ഈ ലൈവ് കാണുന്നുണ്ടാവും. ആ ഉമ്മ ഇങ്ങനെ പതിയെ വാക്കറിലൊക്കെ പിടിച്ച് നടക്കാൻ തുടങ്ങി. അവർ പറയുന്ന സന്തോഷവർത്താനം, ഉസ്താദെ ഈ മജ്ലിസ് കാണാൻ തുടങ്ങിയതിന് ശേഷം, ഈ ദിക്റുകളൊക്കെ ചൊല്ലാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഈ മാറ്റം വന്നതെന്നാണ്. അൽഹംദുലില്ലാ അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ഉമ്മക്കും നമുക്കെല്ലാവർക്കും പരിപൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ നമ്മൾ വെള്ളിയാഴ്ച പറഞ്ഞതുപോലെ പല ആളുകൾക്കും കുറച്ച് പേയ്മെൻറ്റ് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഗൂഗിൾ പേ ഒക്കെ ഇങ്ങനെ ബ്ലോക്കായി നിൽക്കുന്നത് കൊണ്ട് പലർക്കും അയക്കാൻ പറ്റിയിട്ടില്ല. കഴിയുന്നവരൊക്കെ ഇല്ലേ, പ്രയാസം അനുഭവിക്കുന്ന ആളുകളിലേക്ക് 313 രൂപ കഴിയുന്നവർ ഏറ്റവും ചുരുങ്ങിയത് അല്ല, അതിലേറെ തരാൻ പറ്റും, 1000 തരാൻ പറ്റും, അങ്ങനെയുള്ളവരങ്ങനെ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ വെള്ളി ഞായർ ദിവസങ്ങളിലാണ് നമ്മളിങ്ങനെ അൽഹംദുലില്ലാ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളിലേക്കുള്ള ഈ ഒരു കളക്ഷൻ എടുക്കുന്നത്. അൽഹംദുലില്ലാ അതിലേക്ക് ഹദിയ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കട്ടെ. പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെയും പടച്ചറബ് കാത്തുരക്ഷിക്കട്ടെ. അസുഖബാധിതരായ ആളുകൾ, കടക്കണിയിൽപ്പെടുന്നവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, വേദനകളിലൂടെ കടന്നു പോകുന്നവർ, എല്ലാവർക്കും സബാഹുൽ ഖൈർ ഒരു അത്താണിയായി മാറണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പിന്നെ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. ആലമുൽ ബർസഖ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇങ്ങനെ ആലമുൽ ബർസഖ് എന്ന് പറയുന്നത് എവിടെയാണ്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇതിൻ്റെ മിഥില സവാബ് എത്തിക്കണേ അല്ലാ. ഞങ്ങൾ പഠിച്ചതുപോലെ ആ സമ്പന്നത ആസ്വദിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. നാഥനായ റബ്ബിനെ തിരിച്ചറിയാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കണേ അല്ലാ. നീയല്ലാതൊരു അത്താണ് ഞങ്ങൾക്കില്ലല്ല. നിൻ്റെ ഹബീബല്ലാതെ, നിൻ്റെ ഔലിയാക്കളല്ലാതെ ഒരു വസീലയില്ല അല്ലാ. അവരുടെയൊക്കെ തർബീയത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഖൽബ് നന്നാക്കണേ അല്ലാ. അസുഖങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, പരിപൂർണ്ണ ശിഫാ നൽകണേ അല്ലാ. മാരക രോഗങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാ. പടച്ചവനെ, അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുഞ്ഞു മക്കളുണ്ട്, നീ ശിഫ കൊടുക്കണേ അല്ലാ. യാ റബ്ബന, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, നടക്കാൻ പറ്റാത്തവർ, ഇരിക്കാൻ പറ്റാത്തവർ, കൈകാലുകൾ തളർന്നു പോയവർ, എല്ലാവർക്കും നീ സൗഖ്യം നൽകണേ അല്ലാ. യാ റബ്ബന, കിഡ്നി സംബന്ധമായി, ഹാർട്ട് സംബന്ധമായി, ലങ്സിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ശിഫ നൽകണേ തമ്പുരാനെ. പടച്ചവന്, ഒരുപാട് വിധവകളുണ്ട്, ഭർത്താവ് മരണപ്പെട്ട ആളുകൾ. യാ റബ്ബന, അവർക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ. യതീമായ കുഞ്ഞുങ്ങളുണ്ട്, നീ അവരെ ചേർത്ത് പിടിക്കണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, പഠനങ്ങളിൽ പുരോഗതി നൽകണേ അല്ലാ. പരീക്ഷകൾ എഴുതുന്ന മക്കളുണ്ട്, ഉന്നത വിജയം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ബന്ധപ്പെടുന്ന മേഖലകൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രവാസി സഹോദരങ്ങൾ, അവരുടെ എല്ലാം ജീവിതത്തിൽ നീ ഹൈറും ബറക്കത്തും നൽകണേ അല്ലാ. കടക്കണിയിൽപ്പെട്ടവരുണ്ട്, മോചനം നൽകണേ അല്ലാ. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് നല്ല ആരോഗ്യം നിൻ്റെ ത്വാഅത്തിൽ നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, ഈ സദസ്സ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിലേക്ക് റിലീഫിലേക്ക് ഹദിയ ചെയ്യുന്നവർ, അവരെ എല്ലാം നീ അങ്ങ് ഏറ്റെടുക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.